ഇന്ന് ഞാനൊരു മത്തങ്ങര തെയ്യ് നടാനുള്ള പരിപാടി. കുറച്ച് തൈകൾ നടുന്നുണ്ട്, പക്ഷേ മത്തങ്ങര തൈകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ പേരിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നടാൻ പോണ പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുള്ള പറമ്പാണ്. അല്ല, ഇപ്പോൾ മൊത്തം കാടെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ ഞാൻ നട്ടിരുന്ന മധുരക്കിഴങ്ങിൻ്റെ തണ്ടുകളാണ് ഈ കാണുന്നത്. കേട്ടോ, ഈ തണ്ടുകളാണ് മൊത്തം പടർന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ മുട്ടിലുമൊക്കെ കിഴങ്ങിടാതെ പറിക്കേണ്ട സമയത്തുള്ളൂ. അപ്പോൾ ഇതിന് മധുരക്കിഴങ്ങിന് നമുക്ക് വെള്ളത്തിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മുടെ വാളങ്കിപ്പയറിൻ്റെ അതാണ്. പിന്നെ ഇവിടെ മറ്റുള്ള ഇത് ഞാൻ തിളയ്ക്കാത്ത സാധനങ്ങൾ മറ്റുള്ള നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് മറ്റുള്ള പച്ചക്കറികൾ നടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊന്നും ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടാ ഇത്ര ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ മണ്ണ് കൂടുതൽ ഭൂമി പൊന്തി കിടക്കുന്നതും ഇവിടെ താഴ്ന്ന് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മറ്റുള്ള പച്ചക്കറികളൊക്കെ നടാനായിട്ട് പറ്റില്ല, അത് നാശമായി പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടിന്നെടുത്തിട്ടുണ്ട്. ഈ ടിന്നെടുത്തിട്ട് ഇതിലാണ് നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റ്, കുറച്ച് ഹൈറ്റ് കൂടുതലതിന് കൊണ്ട് ഭൂമിയേക്കാളും കുറച്ച് ഹൈറ്റിൽ നിൽക്കണം എന്നാണ് അതാണ് എൻ്റെ ശരി. അപ്പോൾ തിളയ്ക്കാണ്ടിരിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂട്ടി വയ്ക്കാം. കേട്ടോ, ഇതേമാതിരി ഓളിടാം. ഈ ഓളിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇരുന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മേലെ മണ്ണിടുമ്പോൾ വെള്ളം തെളിക്കുകയാണെങ്കിലും മഴ പെയ്യുകയാണെങ്കിലും വെള്ളം ഇരുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓളുകൾ ഇട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞതിന് ശേഷം വേനൽപ്പകൽ വരുന്ന സമയത്താണെങ്കിൽ ഇത് താഴ്ത്തിറക്കി വെച്ചാലും അപ്പോൾ വെള്ളം ഇതിൽ നിൽക്കും ചെയ്യും. അതേമാതിരിയുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ാൻ പോകുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാടും പടലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കംപ്ലീറ്റ് വൃത്തിയാക്കാൻ പറ്റില്ല. മറ്റുള്ള ഒരു വിധം പച്ചക്കറികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ പോവും. അപ്പോൾ അത് ഞാൻ കൂവുണ്ട്, മധുരം ചേമ്പുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, കൊള്ളിയുണ്ട്, പൊന്നാങ്കണിച്ചീരി ഉണ്ട്, മഞ്ഞളുണ്ട്, ചേമ്പുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾ നിൽക്കണം, ഇവിടെ ചേമ്പ് നിൽക്കണം, അവിടെ പടവലങ്ങ കുത്തിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കേട്ടോ, ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കേട്ടോ, ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ നമ്മൾ വാല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് പടർത്തും ചെയ്യാം. നമുക്ക് ഇത്ര ഹൈറ്റും കിട്ടി. അപ്പോൾ ഇതിന് വലിയ തിളയ്ക്കൂല, നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊന്ന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് തന്നെ വെടുപ്പാക്കി ആ പുല്ലാണ്ട് വരിൻ്റെ ഉള്ളിൽ ഏറ്റവും അടിയിലിടുക കേട്ടോ, അല്ലെങ്കിൽ അത് വളർന്നു വരും. ഏറ്റവും അടിയിലിട്ടതിന് ശേഷം നമ്മുടെ നന്നായിട്ട് തന്നെ കരിയിലിട്ട് കൊടുക്കുക. കരിയിലുണ്ട് ഇട്ട് കൊടുക്കും. എടാ, ഈ കരിയിലിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഊർന്ന് ശരിക്കും പൂവും ചെയ്യും. അഥവാ പിന്നെ നമ്മുടെ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഇതാവുമ്പോൾ വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് കണത്തിലാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടോ. അത് വെച്ചതിൽ അതിന് ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്കൊരു മിക്സിങ് ചെയ്ത് കൊടുക്കാം. ഇത് മറ്റേ മണ്ണല്ലേ, ഇത് കുറച്ച് ചുമപ്പ മണ്ണിടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചാണകമുണ്ട്, സൂഡോമോണസ് കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇതാ ചുമപ്പ മണ്ണിടാം. ചുമപ്പ മണ്ണ് ഇട്ടില്ലെങ്കിൽ കുഴപ്പം, എൻ്റെ ഉള്ളതിൻ്റെ പേരിലാണ് ചുമപ്പ മണ്ണ് ഇട്ടത്. ഇനി ചാണം കേട്ടോ, തനി ചാണം, വേറെ ഒരു കൂട്ടില്ല, ചാണം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത്ര തിരിഞ്ഞോട്ടെ, കാരണം നട്ട് കഴിയുമ്പോഴേ നമുക്കിത് ഇരുന്ന് ഇപ്പം ഇലയൊക്കെ ഇട്ടതിൻ്റെ പേരിൽ ഒന്ന് ഇരിക്കും. അപ്പോഴേക്കും ഇവിടെ നടുന്ന മത്തനും വളർന്നു വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴിയാക്കി വെച്ചതിന് ശേഷം സൂഡോമോണാസ് ഒരു 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഏത് ചെടി നടാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്, കീടങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തു. ഒരുവിധം വിത്തുകളൊക്കെ ഞാൻ തന്നെ മുളപ്പിച്ച് ഞാൻ തന്നെ ചെയ്യാറുള്ളത്. ചിലതൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. ഇത് ഞാൻ വിത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിയിൽ
പാവി മുളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് നടാനും എളുപ്പമാണ്. ഈ കവർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിമേ തന്നെ വീണ്ടും നമുക്ക് കുരു പാവാൻ പറ്റും. ഇതിപ്പോൾ കീറിയെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പറ്റില്ല. ഇതാടാ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതാ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുക. മണ്ണ് ഈ ലെവലിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇനിയിപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. മത്തങ്ങ തൈയാണ് വെച്ചിട്ടുള്ളത്. ഒരു തിളയ്ക്കാത്ത സ്ഥലമാണ്, അല്ല ഒരു തിളയ്ക്കുന്ന സ്ഥലം. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒരു തിളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതിലില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഈ പറമ്പിൽ. എല്ലാ സാധനങ്ങളും ഉണ്ട്. മഞ്ഞളുണ്ട്, ഇത് ഇവിടെ വെള്ളക്കൂവിണ്ട്, ഇത് അവിടെ തെങ്ങിൻ്റെ ഇടയ്ക്ക് പയർ നട്ടിട്ടുണ്ട് ഞാൻ. പയർ നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കാട് മൈനാണ്. പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ഈ മധുരം കിഴങ്ങിൻ്റെയാണ്. ഇതാണ്. അതേമാതിരി ഞാൻ ഇത് ചാക്കിൽ നട്ടിട്ടുള്ളതാണ് കാണുന്നാടാ. ഇത് എന്തൊക്കെയാ, ഇതിനിവിടെ കെട്ടിയും കാഞ്ഞിട്ട് നേരെ പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഉറു തിളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിവിടെ കുറച്ച് വേറെ പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അത് മതിലിൻ്റെ സൈഡിലാണ് നട്ടിട്ടുള്ളത്. അതും കണ്ടിൻ്റെ ഇതിൽ ഇതേമാതിരി നൂറ് തിളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള പച്ചക്കറികൾ നട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത്. എടാ ഇതേമാതിരി നടന്ന് അല്ലെങ്കിൽ ഒക്കെ ഇത് തെറിച്ചിങ്ങാഞ്ഞ് നാശമായി പോകും. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ മതിലിൻ്റെ ഇതിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറമ്പിലാണ് ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര കാട് മാതിരി തോന്നുന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് നമ്മൾ സാധനങ്ങൾ നട്ടിട്ടുമുണ്ട്. പിന്നെയാണെങ്കിൽ കുറച്ച് പുല്ലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞാൻ ചെയ്തിട്ടുള്ളത്, കാണിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഈ പന്തൽ നമ്മൾ എന്തായാലും ഇടാനുള്ള സൗകര്യം കണ്ടെത്തണം കേട്ടോ. വലിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കോവയ്ക്കര പന്തലിട്ടേക്കണ് അതേമാതിരി അങ്ങനെ ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്, പടരാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നിലത്ത് തിരിച്ച് വീണ്ടും മൂറ് കളിച്ച് പോവും. അപ്പോൾ അതും കൂടി നോക്കിയിട്ട്, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, ഈ സൂഡോമോണസും ചാണകം, ഇത് വേറെ ഒന്നും മരുന്നൊന്നും കൊടുത്തില്ല, ഇത് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വേണ്ടി ഇങ്ങനെ ചെയ്യാനാണ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ ഇതേമാതിരി ചെയ്യാനും ശ്രമിക്കുക. എല്ലാം നല്ലതാണ്. നമ്മുടെ നല്ല പച്ചക്കറികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനും മരത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞ് ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.